എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ലസാനിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ലസാനിയ എന്ന് കേൾക്കുമ്പോൾ നമുക്കെപ്പോഴും ലസാനിയ ഷീറ്റ് വെച്ചിട്ടാണ് ലസാനിയ ചെയ്യാറ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ലസാനിയ എന്ന് പറയുന്നത് ലസാനിയ ഷീറ്റൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലസാനിയ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ലസാനിയ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ലസാനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്തയുടെ ഷീറ്റ് പോലെ നല്ല വീതിയുള്ള ഷീറ്റ് കിട്ടും. അതാണ് ലസാനിയ ഷീറ്റ്. അപ്പോൾ അതും പിന്നെ പച്ചക്കറിയോ അല്ലെങ്കിൽ ഇറച്ചിയോ അതുപോലെ തന്നെ സോസുകളോ ഒക്കെ ലെയർ ചെയ്ത് ചീസും കൂടി ഇട്ടിട്ട് ബേക്ക് ചെയ്ത് എടുക്കുന്നതിനാണ് ലസാനിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓവൻ ഇല്ലാത്തവരെ ഒട്ടും വിഷമിക്കേണ്ട. ഓവൻ ഇല്ലാതെയും ഈ ഒരു ഡിഷ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ലസാനിയ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പച്ചക്കറി മാത്രം എടുക്കാം, അല്ലെങ്കിൽ പച്ചക്കറിയും മീനും എടുക്കാം, അല്ലെങ്കിൽ ചിക്കനോ ബീഫോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോൺ വെജ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബീൻസ്, അതുപോലെ തന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ, അതുപോലെ ഒരു ചെറിയൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, 2 കളറിലുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ടിൻ ഫിഷുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ലസാനിയ ഷീറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. അപ്പോൾ 8 വൈറ്റ് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മൾ ഷീറ്റിന് പകരം യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈ വശങ്ങളൊന്ന് മാറ്റി കൊടുക്കുമ്പോഴാണ് ഇത് പെർഫെക്റ്റായിട്ട് വരിക. അപ്പോൾ ഈ മാറ്റുന്നത് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസോ മറ്റെന്തെങ്കിലും ആക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡ് സ്ലൈസ് ഒരു ചപ്പാത്തി പലക വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ബലം പ്രയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് റോൾ ചെയ്ത് നല്ല തിന്നാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡ് സ്ലൈസും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ ചിക്കനോ മീറ്റോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് സ്പ്രിങ് ഓണിയനാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാപ്രിക്കയാണ്. പാപ്രിക്ക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സ്മോക്ഡ് പാപ്രിക്കയാണ് എടുത്തിട്ടുള്ളത്. അതായത് ചുവന്ന കളറിലുള്ള ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. ഇനി കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ എന്താണെന്ന് വെച്ചാൽ അതൊരു ഹെർബാണ്, അതായത് ഒരു ഇല ഉണക്കി പൊടിച്ചതാണ്. അത് ഇറ്റാലിയൻ സ്പൈസിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ അത് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ പിസ്സ സീസണിങ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നിങ്ങൾ എന്താണോ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചേർക്കുക. ഫിഷോ മീറ്റോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിവിടെ ടിന്നിലുള്ള ട്യൂണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അധികം സമയം അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാമെന്നാണ്, ഇന്നതൊന്നുമില്ല. മഷ്റൂം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ചിക്കി തോത്തിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നല്ല ഫ്ലേവറെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് സോസ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ വൈറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് കട്ടാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് 1 കപ്പാക്കിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സോസ് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ തയ്യാറാക്കുന്നത് റെഡ് സോസാണ്. റെഡ് സോസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പിസ്സ സോസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മളിട്ട പിസ്സയിൽ ഉണ്ടാക്കിയ അതേ സോസാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റെഡ് സോസ് വാങ്ങിക്കാനായിട്ടും കിട്ടും, അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെഡ് സോസും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നിങ്ങളിപ്പം ഓവനിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. കേക്കിൻ്റെ ടിന്നോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ ഏതായാലും മതിയാകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് റെഡ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് സോസും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയും അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസും വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസാണ്, അതായത് പിസ്സ ചീസ്. അപ്പോൾ അതുകൂടി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ലെയർ ചെയ്യാം. അപ്പം നമ്മൾ കുക്ക് ചെയ്ത പച്ചക്കറിയും മീനും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഞാൻ വെക്കുന്നത് ബ്രെഡിൻ്റെ സ്ലൈസും കുറച്ച് ചീസിൻ്റെ സ്ലൈസുമാണ്. അപ്പോൾ ഞാൻ 2 ടൈപ്പിലെ ചീസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, സ്ലൈസും അതുപോലെ തന്നെ മോസറല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും എടുക്കാം, അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ലെയർ ചെയ്ത് കൊടുത്ത് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചീസ് ഒന്നുകൂടെ ഒന്ന് വിതറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് നിങ്ങൾക്ക് പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ ഓവനിലോ ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ചെയ്യുന്ന അതേപോലെയാണ്. പ്രഷർ കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ചൂടാക്കി അതിന് ശേഷം 30 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അല്ല, പ്രഷർ കുക്കർ അല്ല, നിങ്ങൾ വേറെ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെ 15 മിനിറ്റ് അത് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് കൊടുത്ത് 30 മുതൽ 40 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ ചെയ്യാൻ പറ്റാത്തവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഓവനിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ഓവൻ സേഫായിട്ടുള്ള ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓവൻ സേഫായിട്ടുള്ള പാത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുക. അതിനുശേഷം ഇതൊരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവനിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കുക്കറിൽ ചെയ്യുമ്പോൾ അങ്ങനെ വരത്തില്ല. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലസാനിയയുടെ ഷീറ്റ്സ് ഒന്നും യൂസ് ചെയ്തില്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ചീസ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഒരു പീസ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വയറ് നല്ലതായിട്ട് ഫില്ലാകും. അപ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല. അപ്പോൾ ഒരു പീസ് മതിയാകും ഒരാൾക്ക്. അപ്പോൾ ഇത് നമുക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്